ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാനിയ സ്പെഷ്യൽ തക്കാളി കറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം മാംഗ്ലൂർ സ്വദേശിയാണ്. അതുകൊണ്ട് മലയാളം ശരിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. ഇപ്പൊ പറഞ്ഞത് കുറേശ്ശെ വെളിച്ചെണ്ണ എന്നാണ്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ. ഞാനെന്തായാലും പ്രോംപ്റ്റ് ചെയ്യാൻ കൂടെ ഉണ്ട് അല്ലേ? എത്ര നാളുകൊണ്ട് മലയാളം പഠിച്ചു? ഇവിടെ വന്നിട്ടാണ് മലയാളം പഠിച്ചത്? 1.5 കൊല്ലം. 1.5 കൊല്ലമായി ഇദ്ദേഹം വന്നിട്ട്. അപ്പൊ 1.5 കൊല്ലത്തെ മലയാളമാണ്. അതുകൊണ്ട് സദയം ക്ഷമിക്കുക. അപ്പൊ ആദ്യം ചീനച്ചട്ടി വെച്ച് അതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, നല്ലോണം ചൂടോട്ടെ. ചൂടായിട്ട് കുറച്ച് കടുക് എടുക്കുക. കടുക് കുറച്ച് ആദ്യം കടുക് കുറച്ച് മതി. ഓക്കെ. അത് നല്ലോണം പൊട്ടി, കടുക് നല്ലോണം പൊട്ടിട്ടെ. അത് പൊട്ടിയിട്ട് കറിവേപ്പില. അല്ല, ഇതുപോലെ പിന്നെ മാംഗ്ലൂർ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, ഇത് കേരള ഐറ്റം അല്ല. കേരളത്തിൽ ഈ കടുക് താളിച്ചൊക്കെ ചെയ്യുന്ന കേരള ഐറ്റം ആണ്. ഇവിടെ കേരളത്തിൽ ഇവിടെ പഠിച്ചതല്ല. ഇപ്പൊ പഠിച്ചതല്ല. ശരി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടു പഠിക്കേണ്ടതാണ്. പെട്ടെന്ന് ഒരു ഡിഷ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക കഴിവ് വേണം. പച്ചമുളക് എത്ര വേണം ആവശ്യമുള്ളതില്ല. ഓക്കെ. അപ്പൊ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളറിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർക്കാം. ഇനി ഇതില് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണ്ട, ഒന്നും വേണ്ട. നാടൻ കറിയില്ല. അത് വേണ്ട. ഓക്കെ. പട്ടണാവുന്ന സാധനമല്ല. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പാലും ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി. അപ്പൊ അത്രയും എളുപ്പമുള്ളൊരു കറിയാണ്. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, 2 സവാള എടുക്കുന്നെങ്കിൽ 4 തക്കാളി ചേർക്കാം. അപ്പോൾ സവാള ചേർക്കുന്നതിന്റെ ഇരട്ടി തക്കാളി ചേർക്കണം. പിന്നെ തക്കാളി ചേർത്തതിന് ശേഷം തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് പൊടികൾ ചേർക്കുന്നു. 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് പിന്നെ പൊടികൾ ചേർത്ത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പിട്ട് തേങ്ങാപ്പാലും ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി. തക്കാളിക്കറി റെഡിയാണ്. ഏറ്റവും അവസാനം ഒരു മേമ്പൊടിക്ക് ഒരു അല്പം മല്ലിച്ചപ്പ്, 1 നുള്ളു മല്ലിച്ചപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ തക്കാളിക്കറി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച നാടൻ തക്കാളിക്കറി റെഡിയാണ്. ജിജീഷേട്ടാ, 1 റൊട്ടി പത്തിരി തരും.